കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പഴയ സങ്കല്പം അത് തീർത്തും മാറിയിട്ടുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് നല്ല അനുഭവങ്ങളാണ് പൊതുവേ ഉള്ളത്. അവിടെ ഇരിക്കാൻ സംവിധാനങ്ങളുണ്ട്, സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ ഇവർക്കെല്ലാം പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഉപയോഗപ്രദമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയവയാണ്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായി ഇത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുറ്റാന്വേഷണത്തിൽ, ക്രമസമാധാന പാലനത്തിൽ എല്ലാം കേരള പോലീസ് ഏറെ മുന്നിലാണ്. മാത്രമല്ല പോലീസ് സേനയുടെ മൊത്തമായ നില നോക്കിയാൽ പോലീസ് സേനയിലേക്ക് അടുത്ത കാലത്തായി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ യുവജനങ്ങളാണ് കടന്നു വരുന്നത്. ഇതൊക്കെ പോലീസിൻ്റെ പൊതുവിലുള്ള കാര്യക്ഷമത വർദ്ധിക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. സാങ്കേതിക മേഖലയിൽ കഴിവും യോഗ്യതയുമുള്ളവർ പോലീസ് സേനയുടെ ഭാഗമായതോടെ നല്ല രീതിയിൽ പല കാര്യങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ പോലീസിന് ഇടപെടാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തിൻ്റെ മാറ്റമനുസരിച്ചുള്ള പുതുതലമുറ തട്ടിപ്പുകൾ ധാരാളം നടക്കുന്ന കാലമാണ്. എന്നാൽ അവയെ ഫലപ്രദമായി തടയാൻ കേരള പോലീസിന് സാധിക്കുന്നു എന്നാണ് അനുഭവം. ഇത്തരത്തിലുള്ള വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സേനയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം ലഭ്യമായിരിക്കുന്നുവെന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. കർത്തവ്യബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനസൗഹൃദപരമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കുറ്റാന്വേഷണത്തിൽ ഒരുവിധമായ ബാഹ്യ ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടുള്ളൊരു പ്രത്യേകത സ്വതന്ത്രവും
നീതിയുക്തവുമായി നിയമം നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു തടസ്സവുമില്ല. അവരുടെ മേൽ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും വരുന്നുമില്ല. സാമൂഹ്യ വിരുദ്ധ ശക്തികളെ തിരിച്ചറിയുന്നതിനും ലഹരി മാഫിയയെ ഇല്ലായ്മ ചെയ്യുന്നതിനും വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും പോലീസും ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ ഏറെ ഉപകാരപ്രദമാണ് എന്ന് ഇതിനകം തന്നെ സമൂഹത്തിനാകെ ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ ശക്തമായി തുടരാനാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തുള്ള പൊതുസ്ഥിതി പരിശോധിച്ചാൽ എല്ലാ അർത്ഥത്തിലും ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ. എന്നാൽ ആ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് കാണാതിരിക്കരുത്. ഇതിന് പല തരത്തിലുള്ള നിറങ്ങൾ ഉണ്ട് എന്നും കാണാൻ നമുക്ക് കഴിയും. ഇനിയുള്ള നാളുകളിൽ ഇതിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ നിതാന്തമായ ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്ന ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ആരുടെയും അനുവാദത്തിന് പോലീസ് കാത്തു നിൽക്കേണ്ടതുമില്ല. ഇത്തരമൊരു കാഴ്ചപ്പാടോടെ കർമ്മോന്മുഖമായി പ്രവർത്തിക്കാൻ പോലീസിന് സാധിക്കണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും സന്തോഷപൂർവ്വം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.